മാങ്കൂട്ടം ഞങ്ങളെ കൂടെ ഇല്ലല്ലോ, പുറത്താക്കില്ല. പുകഞ്ഞ കൊള്ളി പുറത്തായില്ലേ, പിന്നെ എന്താ സംശയം? എന്താ അപ്പുറത്ത് മുകേഷ് ഇരിക്കുക, സ്വർണം കെട്ട 2 കള്ളന്മാർ ജയിലിൽ കിടക്കുക, അവരെ പുറത്താക്കിയില്ല പാർട്ടിയിൽ നിന്ന്. ഞങ്ങൾ തെറ്റ് കണ്ടവർ ചെവിക്ക് പിടിച്ച് പുറത്താക്കി. ആ ഒരു ആത്മധൈര്യത്തോടു കൂടിയാണ്. പിന്നെ തീർച്ചയായിട്ടും. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോലെ ബലാത്സംഗത്തിന് നിർവചനം ഉണ്ടാക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. അത് ആര് ചെയ്താലും തെറ്റ് തന്നെ. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായാലും ഞങ്ങൾ പുറത്താക്കി. ഈ തെരഞ്ഞെടുപ്പിൽ മൊത്തം നമ്മൾ കേരളം മൊത്തത്തിലെടുത്താൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി വരും. ചർച്ചാ വിഷയം കേരളത്തിലെ അഴിമതി ഭരണം, സ്വജനപക്ഷപാതം, സ്വർണ്ണക്കൊള്ള, അഴിമതി, ഇതെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. ശബരിമല വിഷയം വലിയ തോതിലൊരു പ്രചാരണം വിഷയമായി എടുത്തിരുന്നു. അത് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിയെന്ന് കരുതുന്നു. നന്നായിട്ട് എത്തിയിട്ടുണ്ട്. അത് ഹിന്ദുക്കളുടെ മാത്രമല്ല, ഇതര സമുദായങ്ങളും. കാരണം ദേവന്റെ സ്വത്ത് എന്ന് പറയുന്ന എല്ലാം ഒരുപോലെയാണ്. അത് അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും അതിനെ കൈയിട്ട് വരുന്ന ആരാണെങ്കിലും അവർ ജനങ്ങൾക്കെതിരാണ്, ഭക്തർക്കും എതിരാണ്. ഈ മാങ്കൂട്ടം വിഷയമൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും? മാങ്കൂട്ടം ഞങ്ങളെ കൂടെ ഇല്ലല്ലോ, പുറത്താക്കില്ല. പുകഞ്ഞ കൊള്ളി പുറത്തായില്ലേ, പിന്നെ എന്താ സംശയം? എന്താ അപ്പുറത്ത് മുകേഷ് ഇരിക്കുക, സ്വർണം കെട്ട 2 കള്ളന്മാർ ജയിലിൽ കിടക്കുക, അവരെ പുറത്താക്കിയില്ല പാർട്ടിയിൽ നിന്ന്. ഞങ്ങൾ തെറ്റ് കണ്ടവർ ചെവിക്ക് പിടിച്ച് പുറത്താക്കി. ആ ഒരു ആത്മധൈര്യത്തോടു കൂടിയാണ്. പിന്നെ തീർച്ചയായിട്ടും. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോലെ ബലാത്സംഗത്തിന് നിർവചനം ഉണ്ടാക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. അത് ആര് ചെയ്താലും തെറ്റ് തന്നെ. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായാലും ഞങ്ങൾ പുറത്താക്കി.